ജ്യേഷ്ഠ, അങ്ങയുടെ കൽപ്പനപ്രകാരം ബാലിയുടെ ശേഷക്രിയകൾ ശാസ്ത്രവിധികൾ ഏതും തെറ്റാതെ ചെയ്തു തീർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ജ്യേഷ്ഠന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് സുഗ്രീവൻ തന്റെ സംഘത്തോടൊപ്പം കാത്തു നിൽക്കുന്നത്. അതേ പ്രഭു. ലക്ഷ്മണ, ഇത് മഹാപരാക്രമശാലിയായ ബാലി മറഞ്ഞ സമയമാണ്. ആ ഉത്തമൻ ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ കിഷ്കിന്ധ്യയിലെ ജനങ്ങൾ തങ്ങളുടെ മഹാരാജാവ് മറഞ്ഞു പോയല്ലോ എന്ന് ദുഃഖത്തോടെ മാത്രമേ ഇരിക്കുകയുള്ളൂ. എന്നാൽ സുഗ്രീവന് വേണ്ടി അവനെ ഞാൻ വീഴ്ത്തിയതിനാൽ കോപത്താൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കനലിനെ ചാമ്പൽ മൂടിയിരിക്കുന്നത് പോലെ ഈ സമയം അവരുടെ കോപത്തെ ദുഃഖം മൂടിയിരിക്കുകയാണ്. കാലമെന്ന കാറ്റടിച്ച് ചാമ്പൽ മാറിപ്പോയിക്കഴിഞ്ഞാൽ ബാലിയോട് ആദരവുള്ളവരെല്ലാം കിഷ്കിന്ധ്യയിൽ കലഹമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ളിൽ നീ സുഗ്രീവനെയും കൂട്ടിക്കൊണ്ടു ചെന്ന് അവനെ മുറപ്രകാരം മുതിർന്നവരെ വിളിച്ചു വരുത്തി പട്ടാഭിഷേകം നടത്തൂ. കൽപ്പന പോലെ ജ്യേഷ്ഠ. അതുപോലെ ബാലിയുടെ പുത്രനും ശക്തിയാർജിച്ച വീരനുമായ അംഗദനെ അതേ ചടങ്ങിൽ വെച്ച് രാജകുമാരനെന്ന പട്ടം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ആവട്ടെ ജ്യേഷ്ഠ. സുഗ്രീവ, പ്രഭു. അംഗദനെ നിന്റെ പുത്രനായി കരുതുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും അവന് നീ സമമായ സ്ഥാനം കൊടുത്ത് ആദരിക്കേണ്ടതുമാണ്. അങ്ങയുടെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യാം. നല്ലത്. ലക്ഷ്മണ, ജ്യേഷ്ഠ, നീ ഇവരോടൊപ്പം ചെന്ന് സുഗ്രീവന്റെ പട്ടാഭിഷേക ചടങ്ങുകൾ നടത്തിക്കൊടുത്തു വരിക. പ്രഭു, ഒരപേക്ഷയുണ്ട്. എന്താണ്? പറയൂ സുഗ്രീവ. പ്രഭു, ഞാൻ രാജാവായി കിഷ്കിന്ധ്യയിൽ വസിക്കുമ്പോൾ താങ്കളിവിടെ ഈ വനപ്രദേശത്ത് വസിക്കുന്നത് ശരിയാണോ? ദയ തോന്നി അവിടുന്ന് ഞങ്ങളോടൊപ്പം കിഷ്കിന്ധ്യയിലേക്ക് വരികയാണെങ്കിൽ അങ്ങേക്കവിടെ വസിക്കുവാൻ വേണ്ടി മികച്ച രീതിയിൽ ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരാം. ഇത് മഴക്കാലമാണ്. ഈ മഴക്കാലം കഴിഞ്ഞാലുടനെ അങ്ങേക്ക് ദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. സുഗ്രീവ, നിനക്ക് നമ്മുടെ മേലുള്ള ഈ സ്നേഹം അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനപ്രകാരം തപസ്സനുഷ്ഠിക്കാൻ വന്നതാണ്. ഏതെങ്കിലും ഒരു നഗരത്തിലോ ചെറിയ ഗ്രാമങ്ങളിലോ വലിയ മാളികകളിലോ തങ്ങുവാൻ പാടുള്ളതല്ല. കാട്ടിലും മലയിലും ആശ്രമങ്ങളിലുമാണ് വസിക്കേണ്ടത്. അതിനാൽ നിങ്ങളെല്ലാം ചെന്ന് നടക്കേണ്ട നല്ല കാര്യങ്ങളെ ചെയ്തു തീർക്കുക. ഹനുമാൻ, പ്രഭു, നീയും ഉടൻ തന്നെ ചെന്ന് സുഗ്രീവന്റെ മഹാമന്ത്രിയായി തന്നെ തുടർന്ന് അവന്റെ രാജഭരണം നല്ല രീതിയിൽ തന്നെ തുടരാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. പ്രഭു, ഞാൻ അങ്ങയുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അങ്ങയുടെ ഈ തൃപ്പാദങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഹനുമാൻ, ഞാൻ നിന്നെയും അറിയുന്നു, നിന്റെ ഉള്ളവും എനിക്കറിയാം. എന്നാലും ഭരണമെന്ന തേര് ശരിയായ പാതയിൽ മുന്നോട്ടു പോകാൻ നല്ല സാരഥിയെപ്പോലെ ഒരു മന്ത്രിയെ ആവശ്യമുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യം തെറ്റി സഞ്ചരിച്ച് പടുകുഴിയിൽ വീണ് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് സുഗ്രീവന്റെ രാജഭരണത്തിന് മഹാമന്ത്രിയായി നിൽക്കുവാൻ നിന്നോട് തന്നെ ആവശ്യപ്പെടുന്നത്. കാലചക്രത്തിനനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നിന്നെ ഞാൻ വിളിച്ചുകൊള്ളാം. ഇപ്പോൾ പോയി വരൂ. ലക്ഷ്മണ, ജ്യേഷ്ഠ, ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകൂ. ഉത്തരവ് പോലെ. പോയി വരാം പ്രഭു. റാം റാം. വന്നാലും. റാം റാം.
കിഷ്കിന്ധയുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. കിഷ്കിന്ധയുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. കിഷ്കിന്ധയുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. കിഷ്കിന്ധയുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. കിഷ്കിന്ധയുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. 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 മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. നമ്മുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. നമ്മുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. നമ്മുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. വിജയിക്കട്ടെ. മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. വിജയിക്കട്ടെ. മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. വിജയിക്കട്ടെ. കിഷ്കിന്ധയുടെ മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. രാജകുമാരൻ അംഗദൻ വിജയിക്കട്ടെ. ജ്യേഷ്ഠത്തി താരെ, രാജമാതാവേ, എന്നെ അനുഗ്രഹിച്ചാലും. കുമാരലക്ഷ്മണ, എന്നെ ആശീർവദിച്ചാലും. സഭാവാസികളെ, ഈ കിഷ്കിന്ധാപുരിയുടെ ചരിത്രത്തിൽ ഈ നാൾ ഒരു പുതിയ രാജാവ് ഉദിച്ചുയർന്ന പൊന്നാളാണ്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട മഹാരാജാവ് ബാലി പരലോകം പോകിയതിനാൽ ഇന്നലെ വരെ രാജകുമാരനായിരുന്ന സുഗ്രീവൻ ഇന്ന് നിങ്ങളുടെ മഹാരാജാവായിരിക്കുകയാണ്. ബാലിയുടെ പ്രിയപുത്രൻ അംഗദൻ രാജകുമാരനായിരിക്കുന്നു. ഇവർ രണ്ടുപേർക്കും എൻ്റെ ജ്യേഷ്ഠൻ ശ്രീ രാമചന്ദ്രമൂർത്തിയുടെ ആശംസകൾ അറിയിച്ച് നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടെ പട്ടാഭിഷേകം നടത്തിയിരിക്കുകയാണ്. ശ്രീ രാമചന്ദ്രമൂർത്തി വിജയിക്കട്ടെ. മഹാരാജാവ് സുഗ്രീവൻ വിജയിക്കട്ടെ. രാജകുമാരൻ അംഗദൻ വിജയിക്കട്ടെ. സുഗ്രീവ, നിനക്ക് ഞങ്ങൾ തന്ന വാക്ക് പ്രകാരം നിന്റെ പട്ടാഭിഷേകത്തിന്റെ ചടങ്ങ് വളരെ ഭംഗിയായി നടന്നിരിക്കുകയാണ്. ഇനി നീ പറഞ്ഞ വാക്ക് പ്രകാരം മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വന്ന് ഞങ്ങളെ നേരിൽ കാണേണ്ടതാണ്. പ്രഭു, അല്പം ക്ഷമിച്ചാലും. ഈ ചടങ്ങിന്റെ ഭാഗമായുള്ള ആട്ടവും പാട്ടുമെല്ലാം കണ്ട ശേഷം മടങ്ങിയാലും. സുഗ്രീവ, ഞാനൊരു സന്യാസിയാണ്. ഇങ്ങനെയുള്ള കലകൾക്ക് എൻ്റെ മനസ്സിൽ ഇടം നൽകാൻ പാടില്ല. മാത്രവുമല്ല, എൻ്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രമൂർത്തിയെ കാണുവാൻ ഞാൻ ഉടൻ തന്നെ പുറപ്പെടേണ്ടതുമാണ്. എനിക്ക് വിട തന്നാലും. കിഷ്കിന്ധയിൽ മഴക്കാലത്തിന്റെ ആരംഭമായിരുന്നു. വളരെ കാലമായി വളരെയധികം വിഷമിച്ചിരുന്ന സുഗ്രീവൻ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ ദയയാൽ ഇപ്പോൾ മഹാരാജാവായിരിക്കുകയാണ്. രാജ്യകാര്യങ്ങളും കൊട്ടാര ജീവിതവുമായി സമന്വയിച്ച് ഈ മഴക്കാലം ആനന്ദകരമാക്കാൻ പോവുകയാണ്. ബ്രഹ്മചാരിയായ എനിക്ക് ഇനി രാമനാമത്തിൽ ലയിച്ചിരിക്കാം. റാം 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 റാം.
റാം 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 റാം. ആഹാ, വർഷകാലം കഴിഞ്ഞ് മഞ്ഞിനു മുമ്പുള്ള ഈ കാലത്തിൽ ഈ ഋഷ്യമോക പർവ്വതം എത്ര മനോഹരമായിരിക്കുന്നു. ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ സീതയ്ക്ക് എത്രമാത്രം ഹൃദയഭേദകമായിരിക്കും. പാവം, അവൾ ഈ സമയം ഇവിടെ എങ്ങനെയെല്ലാം വിഷമിക്കുന്നുണ്ടാവൂ എന്തോ. മഴക്കാലം കഴിഞ്ഞാലുടൻ സീതയെ അന്വേഷിച്ച് തന്റെ വീരന്മാരെ അയക്കാമെന്ന് പറഞ്ഞ സുഗ്രീവനും പറഞ്ഞ വാക്ക് മറന്ന് കൊട്ടാര ജീവിതത്തിൽ മുഴുകിക്കഴിയുകയാണെന്ന് തോന്നുന്നു. എന്താണിപ്പോൾ ചെയ്യുക? ജ്യേഷ്ഠ, അനുജ, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വേറൊന്നുമല്ല ലക്ഷ്മണ. മഴക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സുഗ്രീവൻ പറഞ്ഞ പ്രകാരം മടങ്ങി വന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാനും സുഗ്രീവനെപ്പറ്റി ഓർത്താണ് ജ്യേഷ്ഠ വന്നുകൊണ്ടിരുന്നത്. ജ്യേഷ്ഠ, ഉത്തരവ് തന്നാലും ഞാൻ ചെന്ന് ബാലിയെ വീഴ്ത്തിയ അമ്പ് ഇപ്പോഴും എന്റെ ജ്യേഷ്ഠന്റെ പക്കൽ തന്നെ ഉണ്ടെന്ന് സുഗ്രീവനോട് എടുത്തു പറഞ്ഞ് അവനെ എന്നോടൊപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ഏയ്, വേണ്ട ലക്ഷ്മണ, വേണ്ട. അങ്ങനെ കോപപ്പെടേണ്ടതില്ല. ദീർഘനാൾ കഷ്ടപ്പെട്ടവനാണ് സുഗ്രീവൻ. സുഖഭോഗങ്ങൾ ലഭിച്ചപ്പോൾ കുറച്ചുനാൾ അതെല്ലാം അനുഭവിച്ചാൽ എന്ത് എന്ന് ചിന്തിച്ചു കാണും. അതിനാൽ വിനയത്തോടെ അവൻ നമുക്ക് തന്ന വാക്ക് എടുത്തു പറഞ്ഞ് അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ശരി ജ്യേഷ്ഠ, അങ്ങനെ തന്നെ ചെയ്യാം. എവിടെയാ സുഗ്രീവൻ? എവിടെയാ സുഗ്രീവൻ? കുമാര ലക്ഷ്മണ, കുമാര വഴിയിൽ ലക്ഷ്മണ. നിന്ന് മാറൂ. എവിടെയാ സുഗ്രീവൻ? എന്റെ ജ്യേഷ്ഠന് കൊടുത്ത വാക്ക് വിസ്മരിച്ചുകൊണ്ട് രാജഭോഗങ്ങളിൽ ലയിച്ചു കഴിയുകയാണ് ആ സുഗ്രീവൻ. എവിടെയാണ് ആ സുഗ്രീവൻ? സുഗ്രീവ! 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 കുമാരൻ കോപത്തോടെ ചെല്ലുന്നത് കണ്ടിട്ട് എന്തോ അനിഷ്ടം നടക്കാൻ പോകുന്നത് പോലെയാണല്ലോ തോന്നുന്നത്. ഞാൻ ഉടനെ ചെന്ന് മഹാമന്ത്രിയായ ആഞ്ജനേയനെ വിവരം ധരിപ്പിച്ച് ലക്ഷ്മണന്റെ കോപത്തെ ശമിപ്പിക്കേണ്ടതാണ്. റാം 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 റാം. ശ്രീരാമചന്ദ്രമൂർത്തിയോട് സുഗ്രീവൻ പറഞ്ഞത് പ്രകാരം മഴക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. സീതാദേവിയെ അന്വേഷിക്കാൻ ധീരന്മാരെ അയക്കാതെ ഞാൻ വിചാരിച്ചതുപോലെ സുഗ്രീവൻ സുഖഭോഗങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ഞാൻ തന്നെയാണ് മഹാരാജാവിനെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് കൊടുത്ത വാക്കിനെ നിറവേറ്റേണ്ടത്. മഹാമന്ത്രി ആഞ്ജനേയ, മാരുതിയെ. നീല, എന്താണ്? എന്തിനാണിങ്ങനെ പതറിക്കൊണ്ട് ഓടി വരുന്നത്? പ്രഭു, ശ്രീരാമപ്രഭുവിന്റെ അനുജൻ ലക്ഷ്മണൻ നമ്മുടെ മഹാരാജാവ് സുഗ്രീവനെ തേടി കോപത്തോടെയും ആവേശത്തോടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ലക്ഷ്മണകുമാരൻ കോപത്തോടെ കിഷ്കിന്ധയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നോ? അദ്ദേഹത്തിന് കോപം വന്നാൽ ഈ മഞ്ഞുകാലം പോലും ഉഷ്ണകാലമായി മാറുമല്ലോ. ശരി ശരി, നീ ആദ്യം ചെന്ന്
ലക്ഷ്മണകുമാരൻ വന്നുകൊണ്ടിരിക്കുന്ന സന്ദേശം നമ്മുടെ മഹാരാജാവിനെ അറിയിച്ചാലും ഞാൻ ഉടനെ ചെന്ന് ലക്ഷ്മണകുമാരന്റെ കോപത്തെ അടക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങാം. ആകട്ടെ പ്രഭു. ലക്ഷ്മണൻ നാരികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. ആയതിനാൽ രാജമാതാ താരയെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ കോപത്തെ തണുപ്പിക്കണം. അതാണ് മാർഗം. റാം! ബഹുമാനപ്പെട്ട രാജമാതാവേ, രാജമാതാവേ, രാജമാതാവേ! ഹനുമാനെ വരൂ. എന്താണ് മുഖത്തൊരു വല്ലായ്മ? മാതേ, നമ്മെ ലക്ഷ്യമാക്കിക്കൊണ്ടൊരു വലിയ ആപത്ത് വരികയാണ്. ആപത്തോ? ഹനുമാൻ, നീ എന്താണീ പറയുന്നത്? മാതേ, മഴക്കാലം കഴിഞ്ഞാലുടനെ സീതാദേവിയെ തേടി ദേവിയുള്ളിടം അറിഞ്ഞു വരുവാൻ നമ്മുടെ വാനരസേനകളെ ഇവിടുന്ന് അയക്കാമെന്ന് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വാക്ക് നൽകി നമ്മുടെ മഹാരാജാവ് സുഗ്രീവൻ. കൊടുത്ത വാക്ക് വിസ്മരിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ സുഖഭോഗത്തിൽ തന്നെയും മറന്ന് ലയിച്ചു കിടക്കുകയാണ്. അതിൽ കോപിഷ്ഠനായി കുമാരനായ ശ്രീ ലക്ഷ്മണ പ്രഭു സുഗ്രീവനെ കാണുന്നതിനായി ഉഗ്രകോപത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ലക്ഷ്മണൻ കോപത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണെന്നോ? അതേ മാതേ, രാമലക്ഷ്മണന്മാർ തങ്ങളുടെ മാനാഭിമാനങ്ങളെക്കാളേറെ മറ്റു നാരികളെയെല്ലാം അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ്. ആയതിനാൽ കുത്തിയൊഴുകുന്ന ആ പ്രളയജലത്തെ മാതൃത്വമെന്ന വലിയ വൃക്ഷം കൊണ്ടല്ലാതെ മറ്റൊന്നിനും തന്നെ തടഞ്ഞു നിർത്താൻ ആവുകയില്ല. ആയതിനാൽ അവിടുന്ന് ചെന്ന് ലക്ഷ്മണന്റെ കോപത്തെ തണുപ്പിച്ച് അദ്ദേഹത്തെ ശാന്തനാക്കണം. അത്രയല്ലേ ഉള്ളൂ? അതേ മാതേ. ഇതാ, ഇപ്പോൾ തന്നെ ചെന്ന് അലയടിച്ചു വരുന്ന അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് തണുപ്പിച്ചിട്ട് വരാം. വളരെ സന്തോഷം മാതാവേ. വന്നാലും പോകാം. എവിടെയാ സുഗ്രീവൻ? എവിടെയാണ് ആ സുഗ്രീവൻ? വന്നാലും സ്വാമി, അവിടുത്തെ ഈ കാലടികൾ സ്പർശിച്ചതിനാൽ ഞങ്ങളുടെ ഈ കുടിൽ വലിയ പുണ്യം പ്രാപ്തമാക്കിയിരിക്കുന്നു. പ്രഭു, ജ്യേഷ്ഠനെ വിട്ട് അനുനിമിഷം പോലും നിൽക്കാത്ത താങ്കൾ ഈ കിഷ്കിന്ധയിലേക്ക് തനിയെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? മാതേ, മഴക്കാലം കഴിഞ്ഞതിനു ശേഷം ജ്യേഷ്ഠത്തെ സീതയെ അന്വേഷിക്കുന്ന കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന സുഗ്രീവൻ ഇന്നുവരെ ഒന്നും തന്നെ ചെയ്യാത്തതിനാൽ അവനെ അവന്റെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രഭു, അങ്ങ് ആവേശഭരിതനാവരുത്. ഇത് സുഗ്രീവന് താങ്കൾ നൽകിയ രാജപദവിയാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആ നന്ദി അവൻ മറക്കുമോ? അതേ പ്രഭോ, ജന്മം തന്ന മാതാപിതാക്കളെയും ഗുരുവിനെയും മികവാർന്ന ജ്ഞാനികളെയും ധർമ്മപത്നിയെയും വാക്കുകളുടെ അർത്ഥമറിയാത്ത കുഞ്ഞിനെയും സ്വാദുള്ള അമൃത ചുരത്തുന്ന പശുവിനെയും സൃഷ്ടിച്ച ദൈവം തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പോംവഴികളെയും തെളിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ സഹായിച്ചവരെ മറന്നവർക്ക് വിമോചനമുണ്ടോ? ഇല്ല എന്നതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ദേവിയെ തേടാൻ ചിതറിക്കിടക്കുന്ന എന്റെ വാനരസേനകളെ കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എന്റെ വാനരവീരന്മാരെ 4 ദിശകളിലേക്കും അയച്ചിരിക്കുകയാണ്. ആ സേനകൾ ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് അല്പം താമസിക്കുന്നത്. എന്നോടവിടുന്ന് ക്ഷമിക്കേണ്ടതാണ്. ചെറിയച്ച, നമ്മുടെ സേനാവീരന്മാരെല്ലാം വന്നിരിക്കുകയാണ്. അങ്ങനെയോ? വളരെ സന്തോഷം പ്രഭു. വന്നാലും ദേവിയുള്ള സ്ഥലം അറിയുവാനായി എന്റെ വാനരസേനകളെയെല്ലാം നാനാദിശകളിലേക്കും പറഞ്ഞയച്ചിട്ട് ആ സന്ദേശം ശ്രീരാമചന്ദ്രമൂർത്തിയോട് ചെന്ന് പറയാം. ജ്യേഷ്ഠതി, ഞങ്ങൾ പോയി വരാം. ജയിച്ചു വരൂ. പോയി വരാം പ്രഭു. വന്നാലും വരൂ അങ്കദ.